സുദേവായ. ദശകം 8 ശ്ലോക 10. തതഃ ത്വദീയാത് അയി നാഭിരന്ധ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപദ്മം നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. തതഃ അനന്തരം ത്വദീയാത് ഭഗവാൻ വിഷ്ണുവിൻ്റെ അയി അങ്ങനെ നാഭിരന്ധ്രാത് നാഭിദ്വാരത്തിൽ നിന്ന് ഉദഞ്ചിതം പുറത്തേക്ക് വന്ന് കിഞ്ചന അത്യദ്ഭുതമായ ദിവ്യപത്മം ദിവ്യപ്രഭാവമുള്ള ഒരു താമര നിലീന ലയിച്ചുകൊണ്ട് നിശേഷ സമസ്ത പദാർത്ഥ ജീവജാലങ്ങൾ മാല മുഴുവൻ സംക്ഷേപരൂപം സൂക്ഷ്മസ്വരൂപം മുകുളായമാനം മൊട്ടായിയെടുത്ത്. ഈ ദശകത്തിൽ ഭഗവാന്റെ പ്രളയ വർണ്ണനയെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ ഭഗവാൻ ആ ഒരു ഉറക്കത്തിൽ നിന്നും എണീറ്റതിന് ശേഷം സാക്ഷാൽ ബ്രഹ്മാവിന് അനുഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഒരു അനുഗ്രഹത്തിന് മുൻപ് ഭഗവാൻ ഈ ജഗത്തിന് കാരണമായ ആ ഒരു കാരണഭൂതനായ സാക്ഷാൽ മഹാവിഷ്ണു ആ ഭഗവാന്റെ നാഭീദ്വാരത്തിൽ നിന്നും പുറത്തേക്ക് അത്യദ്ഭുതമായ വളരെ ദിവ്യാത്മകമായ ഒരു താമര അങ്ങനെ വന്നു. അങ്ങനെ ഈ സമസ്ത ജീവജാലങ്ങളും ലയിച്ചു കിടക്കുന്ന ആ ഒരു സൂക്ഷ്മ രൂപം ഒരു മൊട്ടിൻ്റെ രൂപത്തിൽ അങ്ങനെ പുറത്തു വരുന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ വിശദീകരണം. തതസ്ത്വദീയാദയിനാഭിരന്ധ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപദ്മം നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. ശ്രീഹരേ നമഃ ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ.